സ്വർണ്ണക്കൊള്ളയിൽ ശബരിമലയിൽ അടുത്ത അറസ്റ്റ് ഉടൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക നീക്കത്തിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാർ ആണ് എന്നാണ് അറിയപ്പെടുന്നത്. പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ വരെ ഉണ്ടായിരുന്നതായും SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ഉള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകാൻ കാരണമായത് എന്ന് SIT വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. തെളിവ് ശേഖരണം പൂർത്തിയാക്കിയാൽ മണ്ഡലകാലത്ത് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും. അതായത് എത്രയും പെട്ടെന്ന്, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ. ഇതുപോലെ എത്രയും പെട്ടെന്ന് തന്നെയായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക. കാരണം തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം ഇതേ പത്മകുമാറിന് എതിരാണ് എന്നുള്ളതാണ് വിവരം. മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നാണ് ഇവരുടെ മൊഴികളിലെല്ലാം ഉള്ളതെന്നുള്ള സൂചന വരുന്നുണ്ട്. ഇത് CPM നേതാവിന് കുരുക്കാവുകയാണ്. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം SIT ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് A പത്മകുമാറിന് നേരത്തെ 2 തവണയും SIT നോട്ടീസ് നൽകിയിരുന്നു. N വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയത്. ഇതോടെ അന്വേഷണം ഇനി പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണ് എന്ന് സൂചനയുണ്ട്. N വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടക്കുവാൻ സഹായിച്ചു എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടുള്ള സൂചനകൾ വരുന്നു. ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നും ഇവർ ബോധപൂർവമായാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃതമായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന സംശയവും നിലവിലുണ്ട്. പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായിട്ട് പ്രവർത്തിച്ചു എന്നതിന് നേരത്തെ തന്നെ മൊഴികൾ ലഭിച്ചിരുന്നതായിട്ടും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ SITയുടെ പക്കൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും A പത്മകുമാർ ഇതുവരെ ഹാജരായിട്ടില്ല. സമയം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ്. നോട്ടീസിന് ശേഷവും ഹാജരായില്ല എങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുവാൻ തന്നെയാണ് SITയുടെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് പത്മകുമാറിന് ഇപ്പോൾ കുരുക്കായി മാറുന്നത്. കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണർ S വാസുവിനായിട്ട് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. 2019 ശബരിമലയിലെ കട്ടളപ്പാളി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്നാണ് N വാസുവിന്റെ മൊഴി വരുന്നതും. അത്തരത്തിലുള്ള മൊഴികൾ ഇപ്പോൾ കുരുക്കായി തീരുകയാണ്, ഒന്നിനു പുറകെ ഒന്നായി. ആദ്യം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകൾ, മൊഴികൾ എന്നുള്ളതാണ് മുരാരി ബാബുവിലേക്ക് കൊണ്ടെത്തിച്ചത്. മുരാരി ബാബുവിന്റെ മൊഴികളും ഉണ്ണികൃഷ്ണൻ ബാബുവിന്റെ മൊഴികളുമാണ് D സുധീഷ് കുമാറിലേക്ക് ഈ അന്വേഷണത്തെ എത്തിച്ചത്. D സുധീഷ് കുമാറും ഒപ്പം തന്നെ ഈ മുരാരി ബാബുവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചേരുന്ന അവരുടെ എല്ലാം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് N വാസുവിനെ 2 വട്ടം ചോദ്യം ചെയ്തതിനു ശേഷം പറഞ്ഞു വിടുകയും അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ഇവരുടെ 3 പേരുടെ, ഈ D സുധീഷ് കുമാറിന്റെയും ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വാസുവിന്റെയും ഒക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വളരെ കൃത്യമായി പത്മകുമാറിലേക്ക് ഇപ്പോൾ എത്തുന്നത്. പത്മകുമാർ എന്ന് പറയപ്പെടുന്ന സഖാവും ഇതിനകത്ത് ഭാഗഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വർണത്തെ ചെമ്പെന്ന് എഴുതുന്ന തരത്തിൽ ആ റിപ്പോർട്ട് പറയുമ്പോൾ അത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ് എന്ന്, അതായത് അന്ന് 2019 ശബരിമലയിലെ കട്ടളപ്പാളി എന്ന് പറയപ്പെടുന്നത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്നുള്ളതാണ് വാസുവിന്റെ മൊഴിയടക്കം. അങ്ങനെ ആ വാസുവിന്റെ മൊഴി കൂടി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെടുക്കുമ്പോൾ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തലുകൾ എന്ന് പറയപ്പെടുന്നത് പത്മകുമാറിലേക്ക് തന്നെയാണ്. പത്മകുമാർ എന്ന് പറയപ്പെടുന്ന 2 വട്ടം നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാത്ത ഒരു CPMന്റെ നേതാവും ഒപ്പം തന്നെ മുൻ
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇനിയൊരു നോട്ടീസ് കൂടി നൽകിയതിനു ശേഷം അതിലും ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുക തന്നെ ചെയ്യും. അതിനു മുൻപ് ഇദ്ദേഹത്തിനെ ഹാജരാവുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും.